Good morning to all of you. Today we are going to discuss about Merrick's differential piece rate. This is a modification of the Taylor's differential piece rate system. Under this system, piece rates are used by grouping the workers into three categories: average workers, efficient workers, and most efficient workers. The piece rates applicable under this system are up to 83% basic piece rate, normal piece rate. From 83% to 100%, 110% of basic piece rate. At or above 100%, 120% of basic piece rate. Merrick's differential piece rate സിസ്റ്റത്തിൽ വർക്കേഴ്സിനെ ആവറേജ് വർക്കേഴ്സ്, എഫിഷ്യൻ്റ് വർക്കേഴ്സ്, മോസ്റ്റ് എഫിഷ്യൻ്റ് വർക്കേഴ്സ് എന്ന് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവരുടെ എഫിഷ്യൻസിയുടെ കാറ്റഗറി അനുസരിച്ചാണ് അവരുടെ പീസ് റേറ്റ് തിരഞ്ഞെടുക്കുക. 83% എഫിഷ്യൻസി വരെ ഉള്ള വർക്കേഴ്സിന് നോർമൽ പീസ് റേറ്റ് ആണ് നൽകുക, അഥവാ ബേസിക് പീസ് റേറ്റ്. 83% ടു 100% എഫിഷ്യൻസി പെർഫോമൻസ് ഉള്ള വർക്കേഴ്സിന് ബേസിക് പീസ് റേറ്റിന് 110% ആണ് നൽകുക. 100%-ന് മുകളിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ബേസിക് പീസ് റേറ്റിൻ്റെ 120% ആണ് നൽകുക. Find out the earnings of the workers on the basis of Merrick's differential piece rate system. Normal piece rate ₹10 per unit. Standard production 120 units per day. In an 8-hour day, X produced 90 units, Y produced 100 units, Z produced 132 units. ഇവിടെ 3 വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. നോർമൽ പീസ് റേറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് വർക്കേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഓരോ വർക്കേഴ്സിൻ്റെയും ലെവൽ ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുവേണ്ടിയുള്ള ഇക്വേഷനാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. അതിനുശേഷം ഓരോ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള പീസ് റേറ്റ് സ്വീകരിക്കുക. അതിനുശേഷം ഓരോ വർക്കേഴ്സിൻ്റെയും ആക്ച്വൽ ഔട്ട്പുട്ടിനെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പീസ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ വർക്കേഴ്സിൻ്റെയും റെമ്യൂണറേഷൻ ലഭിക്കുന്നതാണ്. എക്സ് എന്ന് പറയുന്ന വർക്കറുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി, എക്സിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് 90 ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 120 യൂണിറ്റ്സ് ആണ്. ആയതിനാൽ 90 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 75%. ഈസ് എലിജിബിൾ ഓൺലി അറ്റ് നോർമൽ പീസ് റേറ്റ് ഓഫ് ₹10.
അപ്പോൾ എക്സിൻ്റെ ഏണിങ്സ് എന്ന് പറയുക ആക്ച്വൽ ഔട്ട്പുട്ട് 90 ആണ്. 90 ഇൻറ്റു നോർമൽ പീസ് റേറ്റ് ആണ്. കാരണം അയാൾ 83% ലെവൽ ഓഫ് എഫിഷ്യൻസിക്ക് താഴെയാണ് വരിക. അതുകൊണ്ട് എക്സിൻ്റെ ഏണിങ്സ് എന്ന് പറയുക 900 റുപ്പീസാണ്. വൈയുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി കാണുക. വൈയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 100 ആണ്. ആയതിനാൽ 100 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. അപ്പോൾ 83.33% ആണ് ലഭിക്കുക. ഇത് ഫ്രം 83% ടു 100% എന്ന ലെവൽ ഓഫ് എഫിഷ്യൻസിയിലാണ് വരിക. ആയതിനാൽ ബേസിക് പീസ് റേറ്റിൻ്റെ 110% പീസ് റേറ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആയതിനാൽ വൈയുടെ ഏണിങ്സ് എന്ന് പറയുക വൈയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 100 ആണ്. 100 ഇൻറ്റു ബേസിക് പീസ് റേറ്റിൻ്റെ 110% എന്ന് പറയുമ്പോൾ 10 ബേസിക് പീസ് റേറ്റ്. അതിൻ്റെ 110% എന്ന് പറയുക 11 ആണ്. ആയതിനാൽ വൈയുടെ ഏണിങ്സ് 100 ഇൻറ്റു 11 ഈസിക്കൽ ടു 1100 ആണ്. ഇതുപോലെ തന്നെ ഇസഡിൻ്റെ ലെവൽ ഓഫ് എഫിഷ്യൻസി കാണുക. ഇസഡിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് 132 ആണ്. ആയതിനാൽ 132 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ആണ്. ലെവൽ ഓഫ് എഫിഷ്യൻസി വരിക 110% ആണ്. അത് 100%-ന് മുകളിലുള്ള ലെവൽ ഓഫ് എഫിഷ്യൻസിയിലാണ് വരിക. അതുകൊണ്ട് ബേസിക് പീസ് റേറ്റിൻ്റെ 120% ആണ് പീസ് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ആയതിനാൽ ബേസിക് പീസ് റേറ്റായ 10 റുപ്പീസിൻ്റെ 110% എന്ന് പറയുമ്പോൾ 120% ബേസിക് പീസ് റേറ്റിൻ്റെ 120% ആണ് എടുക്കേണ്ടത്. അപ്പോൾ 10ൻ്റെ 120% എന്ന് പറയുക 12 റുപ്പീസാണ്. ആയതിനാൽ ഇസഡിൻ്റെ ഏണിങ്സ് എന്ന് പറയുക 132 ഇൻറ്റു 12 ഈസിക്കൽ ടു ₹1584. ഈ രീതിയിലാണ് 3 വർക്കേഴ്സിൻ്റെയും ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഈ 3 വർക്കേഴ്സും മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പറയുന്ന 3 ലെവൽ ഓഫ് എഫിഷ്യൻസിയിൽ വരുന്ന വർക്കേഴ്സുമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പീസ് റേറ്റ് കാണേണ്ടതുണ്ട്. പീസ് റേറ്റ് കാണുക. നോർമൽ ടൈം റേറ്റ് പെർ അവർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4 ആണ് പീസ് റേറ്റ് എന്ന് പറയുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഒരു വീക്കിൽ 40 അവേഴ്സാണ് വർക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ എന്ന് പറയുക 2 യൂണിറ്റ് ആണ്. ആയതിനാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 ഇൻറ്റു 2 ആണ്. 80 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. തുടർന്ന് 3 വർക്കേഴ്സിൻ്റെയും ലെവൽ ഓഫ് എഫിഷ്യൻസി
കാൽക്കുലേറ്റ് ചെയ്യുക. അവരുടെ പെർഫോമൻസിന് അനുയോജ്യമായിട്ടുള്ള പീസ് റേറ്റ് സ്വീകരിച്ച് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക.